എന്താ അല്ലാഹു പറഞ്ഞതെന്നറിയോ? പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ ഇത് പാലിക്കേണ്ടതുണ്ട്. ആശുപത്രിയിൽ പോകുന്ന മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഇത് പാലിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ യാത്രയ്ക്ക് വേണ്ടി കയറുന്ന യാത്രക്കാരാ, മുസ്ലിമായ ആണേ പെണ്ണേ, നീ ഇത് പാലിക്കേണ്ട ബാധ്യതയാണ്. അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാ. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഏത് മതക്കാരനാകട്ടെ, ഏത് ജാതിക്കാരനാകട്ടെ, ഏത് വർണ്ണക്കാരനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, വേഷക്കാരനാകട്ടെ, അവനോട് നിങ്ങൾ കാണിക്കേണ്ട ഒന്നാമത്തെ സമീപനം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന സഹാബത്തിന്റെ ആ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ശക്തമായ വിയോജിപ്പിന്റെ പേരിൽ എന്റെ സഹോദരങ്ങളെ വെറുപ്പിന്റെ കനൽ കോരിയിട്ടപ്പോ ആ മുനാഫിക്കുകളുടെ വായടപ്പിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസി സമൂഹമേ, ഇദാ ഖീല ലക്കും ഫതഫസ്സഹു, ഇദാ ഖീല ലക്കും തഫസ്സഹു, നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് തഫസ്സഹു ഫിൽ മജാലിസി, ഇരിക്കുന്ന സ്ഥലത്തൊന്ന് സൗകര്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് സൗകര്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫഫ്സഹു, നിങ്ങൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണേ, ഇരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. എന്നാൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാ. അല്ലാഹു നിങ്ങൾക്കും ഇരിപ്പിട സൗകര്യപ്പെടുത്തി തരുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് കൊടുക്കണേ. ഒരു ചെറിയ ആയത്താണ്, പക്ഷേ പ്രവിശാലമായ അർത്ഥ തലങ്ങളിലേക്ക്, അർത്ഥ സാഗരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാരോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ സംസാരിക്കുന്നത്? ഒരു ബസ്സിലേക്ക് കയറി പോകുമ്പോ പ്രായമുള്ള ഒരാളെ കടന്നു വരികയാ. അവന്റെ മതം നോക്കണ്ട, അവന്റെ ഭാഷ നോക്കണ്ട, അവന്റെ യാതൊരു ലാവണ്യങ്ങളും നോക്കണ്ട, ആകാര സൗട്ടവം നോക്കണ്ട, രൂപലാവണ്യങ്ങളൊന്നും നോക്കണ്ട. അയാള് വൃദ്ധനാണ്, ആരോഗ്യ പ്രശ്നമുള്ള ആളാണ്. എന്നാൽ നിങ്ങളോട് പറയുകയാണ് ഫഫ്സഹു, നിങ്ങളോട് പറയുകയാണ് തഫസ്സഹു, ഒന്ന് നീങ്ങിയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോ എന്താ ഒരു മുസ്ലിം ഇടപെടേണ്ടത്? അല്ലാഹു പറയുകയാണ് ഫഫ്സഹു, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുക. ഇതൊരു ബസ്സിൽ കയറുമ്പോ മാത്രമാണോ? ഒരു ആശുപത്രിയിൽ പോകുമ്പോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദുർബലയായ ഒരു സഹോദരി കടന്നു വരികയാ, ദുർബലനായ ഒരു സഹോദര കടന്നു വരികയാണ്. രോഗത്തിന്റെ തീഷ്ണതയില്ല പ്രിയപ്പെട്ട മനുഷ്യന് നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടം വരുമ്പോ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് തഫസ്സഹു ഫിൽ മജാലിസി, ഒന്ന് നീങ്ങിയിരിക്കുമോ എന്ന് നിന്നോട് ചോദിക്കുമ്പോ അവന്റെ നെറ്റിത്തടത്തിന്റെ ആ നെറ്റിത്തടത്തിലെ ചന്ദനക്കുറി നിനക്ക് നീങ്ങിക്കൊടുക്കുന്നതിന് തടസ്സമാകല്ലേ? അവന്റെ കുരിശുമാല നിനക്ക് നീങ്ങിക്കൊടുക്കുന്നതിന് തടസ്സമാകല്ലേ? അവന്റെ നെറ്റിത്തടത്തിലെ നമസ്കാര തഴമ്പ് നീയൊന്ന് നീങ്ങി ഇരുന്നു കൊടുക്കുന്നതിന് തടസ്സമാകല്ലേ? അവന്റെ പാർട്ടിയുടെ കൊടിയുടെ ചിഹ്നം അല്ലെങ്കിൽ അവന്റെ സംഘടനയുടെ വൈവിധ്യം അവന് നീ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്, പടച്ചവന്റെ താക്കീതാണ്, അല്ലാഹുവിന്റെ നിയമമാണ്. ഇത് ഖുർആൻ വായിക്കാൻ മാത്രമുള്ളതല്ല മുസ്ലിമേ, ഖുർആൻ പഠിക്കാൻ മാത്രമുള്ളതല്ല മുസ്ലിമേ, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ മാത്രമുള്ളതല്ല മുസ്ലിമേ, ഖുർആൻ കച്ചവടം ചെയ്യാൻ മാത്രമല്ല ഉള്ളത് മുസ്ലിമേ, ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ളത് കൂടിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത് എവിടെ പോയാലും ഇനി വഅള് കേൾക്കാനാകട്ടെ എല്ലാവർക്കും ചേരണ്ട്, പക്ഷേ ഒരു കസേര ഇല്ലാത്ത ഒരാളെ കടന്നു വരികയാ. ആ സമയത്ത് അയാളൊന്ന് പറഞ്ഞു, വല്ലാത്ത ക്ഷീണമുണ്ട്, നടന്ന് തളർന്നു വരികയാണ്, ഒന്ന് എഴുന്നേൽക്കുമോ എന്ന് ചോദിക്കുമ്പോ നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുകയാ. അതാണ് മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല പറഞ്ഞത്. അഥവാ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഈമാൻ ഉണ്ടെങ്കിൽ മുസ്ലിമേ, നീ അവന് സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കും, ഒരു സംശയമില്ല. ഇത് ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹ് തരുന്നത് എന്താണെന്നറിയോ?
അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാ. ഇവിടെ എന്ത് കൊടുക്കോ അത് നാളെ റബ്ബ് പകരം തരുമെന്നല്ലേ. ഈ തലയെടുപ്പോടെ നിവർന്നു നിൽക്കുന്ന നെടുമം മുസ്ലിം ജുമുഅത്ത് പള്ളിക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി ഒരു നില കൂടെ കെട്ടാൻ വേണ്ടിയിട്ട് സമ്പത്തിൽ നിന്നൊരു വിഹിതമെടുത്തു കൊടുക്കാൻ നല്ല മനസ്സോടെ കാത്തിരിക്കുന്നവരെ അല്ല നിങ്ങൾക്ക് തരുന്നത് എന്താണ്? ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ അല്ല ഇതുപോലൊരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു തരുമെന്നാ. ഇവിടെ ദുനിയാവിൽ എന്ത് നമ്മൾ ചെയ്താലും ആഖിറത്തിൽ അല്ലാഹു അതിന് പകരം തരുമെന്നല്ലേ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരു മനുഷ്യൻ ഇവിടെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ, ബുദ്ധിമുട്ടുന്നവനെ ഒന്ന് സഹായിച്ചാൽ, കടം വന്ന് വലഞ്ഞവനെ ഒന്ന് സഹായിച്ചാൽ, പെങ്ങളെ കെട്ടിക്കാൻ വകയില്ലാത്തവനെ ഒന്ന് സഹായിച്ചാൽ, മരുന്ന് വാങ്ങി കഴിച്ച് രോഗശമനത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവനെ നിങ്ങൾ ഒരു നേരത്തെ മരുന്നൊന്ന് വാങ്ങിക്കൊടുത്താൽ, വയറിന്റെ പട്ടിണിയൊന്ന് മാറ്റിയാൽ, വിശപ്പും ദാഹവും ഒന്ന് മാറ്റിക്കൊടുത്താൽ, നാണം മറയ്ക്കാനില്ലാത്തവന് ഉടുതുണി വാങ്ങിക്കൊടുത്താൽ അല്ല നിങ്ങൾക്ക് തരുന്നത് എന്താണ്? യസ്സറല്ലാഹു ലഹു ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നതാ. ഇത് അല്ലാഹുവിന്റെ ഒരു ശൈലിയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നോ പടച്ച തമ്പുരാൻ അവിടെ അത് പകരം തരുന്നതാണ്. അതാണ് അല്ലാഹു ഇവിടെയും പറഞ്ഞത്. ഫഫ്സഹൂ, നിങ്ങളോട് അല്പം ഒന്ന് കസേര ആവശ്യപ്പെടുന്നവന് ഒന്ന് സീറ്റിൽ ഇരിക്കാൻ ഒരു സൗകര്യം. ജുമയ്ക്ക് വേണ്ടി പള്ളിയിലെ ഇമാമിന്റെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസി ഒളുവെടുത്ത് കടന്നു വന്നു. അവരിയ്ക്കാൻ സ്ഥലമില്ല. കാൽ ഒതുക്കിയിട്ട് നീ ഒന്ന് നീങ്ങി ഇരുന്നു കൊടുക്കണമെന്ന് അള്ളാന്റെ ഖുർആനിന്റെ താക്കീത. മുഫസ്സിരീങ്ങളിൽ സിംഹഭാഗവും പറഞ്ഞത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ജുമയുടെ വിഷയത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജുമയ്ക്ക് പള്ളിയിൽ ഇരിക്കുമ്പോ ആ സമയത്ത് ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരൊന്ന് ഇരിക്കാൻ നിന്റെ ഇരിപ്പിടമൊന്ന് സൗകര്യപ്പെടുത്തി കൊടുത്താൽ അല്ല നിനക്ക് തരുന്നത് അല്ലാഹു നിനക്ക് നാളെ സൗകര്യപ്പെടുത്തി തരുന്നതാണ്. ഇനി ചില ആളുകൾ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് മാറുമോ എന്ന് ചോദിച്ചാൽ അല്ല പറയുന്നു ഫൻഷുസു, നിങ്ങളൊന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കണേ. ഇത് ഖുർആൻ സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹു തആല ബഹുസ്സര സമോട് പഠിപ്പിച്ച കാര്യമാണിത്. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ വരുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കുമ്പോ നിന്റെ വാപ്പാട് പോയി പറയടാന്ന് പറയുന്ന ലെവലിൽ നമ്മൾ അവനെ കയറ്റി വെച്ചു. കുറെ നേരം പോകുമ്പോ അവനെ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് നിർത്തടാ വണ്ടി, ഒതുക്കടാ വണ്ടി എന്ന് പറഞ്ഞ് അവസാനം ഒതുക്കി കയ്യിലുള്ള പണം മുഴുവനും പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന കാലമാണ്. നമ്മുടെ ഏത് കാര്യം പറയുമ്പോഴും നിന്റെ ശരീരത്തിന്റെ ഇടങ്ങേറ് നീ പ്രത്യേകം ഗൗനിക്കണമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയത്തിലും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ പള്ളിയിൽ 5 നേരത്തെ നമസ്കാരത്തിന്റെ സുജൂദ് മാത്രമല്ല ഉള്ളത്. ഒരാള് തിലാവത്തിന്റെ സജദയുടെ ആയത്തുകൾ ഓതുമ്പോ സുജൂദ് ചെയ്തത് മാത്രമല്ല ഉള്ളത്. പിന്നെയോ കഠിനമായ ക്യാൻസർ രോഗം പിടിപെട്ട് അത് അവൻ കാണുന്ന നിലയിൽ സുജൂദ് ചെയ്യണമെന്നാണ്. കാരണം എന്താണ്? വിശ്വാസികളൊക്കെ എന്നെ കാണുമ്പോൾ സുജൂദ് ചെയ്യുന്നു. അപ്പൊ അത്രയും വെറുക്കപ്പെട്ടവനാണോ ഞാൻ? അപ്പൊ എന്റെ ജീവിതത്തിന്റെ എന്താ പ്രശ്നവും നമ്മൾ പഠിക്കുമ്പോൾ മദ്യപാനമാണെന്ന് മനസ്സിലാവും. അവൻ മദ്യപാനം അവസാനിപ്പിക്കും. അതുകൊണ്ട് ഫുഖഹാക്കൾ പറഞ്ഞു, പരീക്ഷണങ്ങൾ നേരിട്ടവനെ അവനെ കാണുമ്പോൾ സുജൂദ് ചെയ്യുന്നത് രഹസ്യമായിട്ടും അതുപോലെ മോശമായ രീതിയിൽ നടക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വാഹനത്തിൽ ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുക്കുക, സൗകര്യം കൊടുക്കുക, വേറൊന്നുമില്ല. ഇപ്പൊ ഗൾഫിലേക്ക് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒരാളെ ദാടി കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കരുത്. ഏറ്റവും വലിയ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ 100,000 ചരിത്രങ്ങൾ, അനുഭവങ്ങൾ നേരിട്ട് കേട്ടതും അനുഭവിച്ചതും കൊണ്ട് പറയാൻ. നമസ്കാരത്തഴമ്പ് ചില ആളുകൾ തട്ടിപ്പിന് അല്ലെങ്കിൽ തൊപ്പി തട്ടിപ്പിന്, കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുന്നത് തട്ടിപ്പിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നമ്മൾ കരുതുന്ന നല്ലൊരു മനുഷ്യരാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാഹനത്തിൽ കയറ്റും. ഗൾഫിലേക്ക് പോകുന്ന എത്ര പാവപ്പെട്ട സഹോദരങ്ങൾ ഇതൊന്ന് കൊടുക്കുവോ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് തിന്നാനാണെന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് കൊടുത്തുവിടും. ഇവിടെ വേറെ ആളിനെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടാവും എയർപോർട്ടിൽ. പാവപ്പെട്ടവൻ കുട്ടിക്ക് കൊടുക്കാനുള്ള എന്ത് ചോക്ലേറ്റ് ആയിരിക്കും എന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരും. അത് കഞ്ചാവായിരിക്കും.
അവസാനം എയർപോർട്ടിൽ വെച്ച് യവനെ പിടിച്ച് പാവപ്പെട്ട യവനെ ഒരു വ്യാഴവട്ടക്കാലം ജയിലിലാക്കുന്ന വലിയ ക്രൂരമായ ക്രിമിനൽ കേസുകളിൽ പെട്ടുപോയ എത്ര സഹോദരങ്ങളുണ്ട്. എനിക്കറിയുന്ന എത്ര സഹോദരങ്ങളുണ്ട്, നിങ്ങൾക്കറിയുന്ന എത്ര പേരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആപത്തിലും അപകടത്തിലും ചാടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസിയായ ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ, ആൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒരാൾ വന്നിട്ടൊന്ന് സൗകര്യം ചോദിച്ചാൽ ആ മനസ്സ് നമുക്ക് ഉണ്ടാകണം. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു മതപണ്ഡിതൻ, അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര തിരിച്ച് കൊല്ലം ജില്ലയിൽ യാത്ര തിരിക്കുന്ന ആ പ്രിയപ്പെട്ട പണ്ഡിതൻ ഈ നമ്മുടെ അനന്തപുരി കഴിയുമ്പോ ഒരു വൃദ്ധനായ ഒരു സന്യാസി, ഒരു ഹൈന്ദവ മതാചാര്യൻ, അദ്ദേഹം വാഹനത്തിൽ കയറി പ്രായാധിക്യം ചെന്ന് തലമുടി നരച്ച് ദാടി നരച്ച് ഒക്കെ നരച്ചുപോയ ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരു ഹൈന്ദവാചാര്യൻ. അയാൾ ബസ്സിൽ കയറി, തൊപ്പിവെച്ച പണ്ഡിതൻ ഫ്രണ്ടിലെ സീറ്റിൽ ഇരിപ്പുണ്ട്. ആരും എഴുന്നേറ്റ് കൊടുക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു വന്ന് ആ വൃദ്ധനായ മനുഷ്യന്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് സീറ്റിലിരുത്തി. കുറെ നേരം കഴിഞ്ഞപ്പോ ആ ഉസ്താദിന് അവിടെ തന്നെ ഒരു സീറ്റ് കിട്ടി, അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരിപ്പിടം കിട്ടി. അങ്ങനെ ആ ഹൈന്ദവാചാര്യൻ ചോദിച്ചത്, അല്ല ഞാൻ ചോദിച്ചോട്ടെ, എന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികളായ ചെറുപ്പക്കാരികളും ഈ വാഹനത്തിൽ ഉണ്ടായിട്ട് ഒരാള് പോലും ഒരു ഹൈന്ദവാചാര്യനാണല്ലോ എന്ന ചിന്തയോടെ ഒന്ന് സ്ഥലം സൗകര്യപ്പെടുത്തി തരാതിരിക്കുന്ന ഈ സമയത്ത് ഒരു മുസ്ലിം പുരോഹിതനായ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നിങ്ങൾക്ക് എനിക്ക് എഴുന്നേറ്റ് തരാനെന്ന് ചോദിച്ചു. ആ മതപണ്ഡിതൻ പറഞ്ഞത്, ഇതെന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. മുതിർന്നവനെ കാണുമ്പോ ബഹുമാനിക്കാത്തവൻ, ചെറിയവനെ കാണുമ്പോ കാരുണ്യത്തോടെ ഇടപെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, നിന്റെ റസൂലുള്ളാഹി എന്നെ പഠിപ്പിച്ചതാണ്. ആ ഒരു മതത്തിന്റെ ധർമ്മമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കോളനി വെച്ച് കൊടുത്തിട്ട് ഒന്നുമല്ല, ഇങ്ങനെ മുസ്ലിമാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ആർക്ക് സ്ഥലം സീറ്റ് കൊടുക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നതിന് കാരണം എന്താണ്? ഈ ഒരു ഇരിപ്പിടം സൗകര്യം ചെയ്തു കൊടുത്തതാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇവിടെ നിന്ന് വണ്ടി കയറിയിട്ട് ഈ ഈഞ്ചക്കലോ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ വിഴിഞ്ഞത്തോ നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു ബസ്സിൽ കയറിയാൽ മുസ്ലിം സഹോദരങ്ങൾ തന്നെ മതം മാറിയിട്ട് വേറെ പോകും നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, അല്ലേ? നമ്മുടെ സ്വഭാവം അങ്ങനെ ഇഞ്ചി കടിച്ച സ്വഭാവമാണ്. നമ്മളോട് ആരെങ്കിലും ഒന്ന് കയറി ഇരുന്നിട്ടൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല. നമ്മള് ഇവിടത്തെ ഏറ്റവും വലിയ രാജാവായി നമ്മൾ വാണരുളുന്നു എന്ന മോശമായ ചിന്തയിലിരിക്കുമ്പോ ഒരു മുസ്ലിം എന്താകണം എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഹിമല്ലാഹു റജുലാ, ഒരു മനുഷ്യനെ അല്ലാഹു കരുണ ചൊരിയട്ടെ. ഇങ്ങനത്തെ മനുഷ്യനാണ് തന്റെ സഹോദരന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത ഒരാൾ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മനുഷ്യനെ പിടിച്ചവിടെ ഇരുത്താനുള്ള മനസ്സ് കാണിച്ച ഒരാൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആരും ഗൗരവത്തോടെ ആരും വന്നിട്ട് ഒരു ഉത്തരവോടെ ഒരു കൽപ്പന പോലെ ഒരാളെ എഴുന്നേൽപ്പിച്ചവിടെ ഇരിക്കാൻ പാടില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല, അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. എഴുന്നേറ്റ് വന്ന് നിന്റെ ദുഷ്ടചിന്തയോടെ അല്ലെങ്കിൽ നിന്റെ ഏറ്റവും നല്ല സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവന് വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിക്കുമ്പോൾ ഈ മറുവശം കൂടി നമ്മൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ ദാഠ്യത്തോടെ അഹങ്കാരത്തോടെ ഉത്തരവിട്ടുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് എഴുന്നേൽക്കടാ, ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നിടത്തും എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കയറിയിരിക്കാൻ ഇസ്ലാം പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഖ്മുർ റജുലു റജുല മിൻ മജ്ലിസിഹി ഫയജ്ലിസു ഫീഹി. ഒരാൾ മറ്റൊരാളെ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല. ഒരാളെയും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കയറി ഇരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വലാകിന തഫസ്സഹു തവസ്സഉ, നിങ്ങളൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുക, ഒന്ന് വിശാലമായി
സൗകര്യമായി സ്ഥലമൊന്ന് കൊടുക്കുക, അവരൊന്ന് ഇരിക്കട്ടെ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു സ്ഥലത്തും മാറ്റി നിർത്താൻ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല. ഒരാളെയും മാറ്റി നിർത്താൻ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല. ഒരു മജ്ലിസിലേക്ക് കടന്നു വരുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനെയും ചേർന്നിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഇത് ഇസ്ലാമിക സംസ്കാരമായി ഒന്നാമതായി ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോ വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് സൂറത്തുൻ നൂറിലൂടെയാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അല്ലാഹു അവതരിപ്പിച്ച അധ്യായമാ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പറഞ്ഞത്. രണ്ടാമതായി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ മര്യാദയാണ്. അതേതാണെന്നറിയോ? ഒരാളുടെ വീട്ടിലേക്ക് കടന്നു പോയാ അതാരുടെ വീടാകട്ടെ, ആ വീട്ടിലേക്ക് കടന്നു പോകുന്ന മുസ്ലിമേ, നീ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കടന്നു പോകേണ്ടത്? ആരുടെ വീടാകട്ടെ, നിന്റെ പരിചയക്കാരന്റെ വീടാകട്ടെ, അതല്ലെങ്കിൽ നിന്റെ ബന്ധുവിന്റെ വീടാകട്ടെ, നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീടാകട്ടെ, നിന്റെ മകൻ പോയി കല്യാണം കഴിച്ച വീടാകട്ടെ, നിനക്ക് ഏറ്റവും സ്വാധീനമുള്ള വീടാകട്ടെ, അതല്ലെങ്കിൽ നിന്റെ നേതാവിന്റെ വീടാകട്ടെ, അനുയായിയുടെ വീടാകട്ടെ, അല്ലാഹു പറഞ്ഞത് മറ്റൊരാളുടെ വീട്ടിൽ നീ കടന്നു പോകുമ്പോ, വേറൊരാളുടെ വീട്ടിലേക്ക് നീ കടന്നു പോകുമ്പോ നീ പാലിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാ. എന്താ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നൂർ നമ്മോട് പറഞ്ഞതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടല്ലാത്ത വീട്ടിലേക്ക് കടന്നു പോയാൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു പോയാൽ ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, അവിടെ നിങ്ങൾ അനുവാദം ചോദിച്ച് സലാം പറയാതെ കയറല്ലേ. നിങ്ങൾ അനുവാദം ചോദിച്ചിട്ട് സലാം പറയാതെ നിങ്ങൾ അതിനകത്ത് കയറല്ലേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര വിശാലമായിട്ടാണ്. സഹോദരങ്ങളെ, എല്ലാവരോട് സലാം പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താ? കടന്നു പോകുന്ന വീട് ഹൈന്ദവ സമുദായത്തിലെ വീടായിരിക്കാം, അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരന്റെ വീടായിരിക്കാം. അല്ലാഹു തആല എന്താ പറഞ്ഞത്? നിങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ കയറാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല. ഏതുവരെ? ഹത്താ തസ്തഅനിസൂ, ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല. ഇനി മുസ്ലിം വീടാണെങ്കിൽ അല്ലാഹു എടുത്തു പറഞ്ഞു വതുസല്ലിമൂ അലാ അഹ്ലിഹാ, അത് മുസ്ലിമിന്റെ വീടാണെങ്കിൽ നിങ്ങളൊരു സലാം കൂടി പറയണേ. ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അനുവാദത്തിനപ്പുറത്തൊരു സലാം കൂടി പറയണേ. അങ്ങനെ നിങ്ങൾ സലാം പറഞ്ഞ് അനുവാദം ചോദിച്ചിട്ടേ മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, എത്ര വിശാലമായി ഖുർആനിന്റെ സമീപനമാ. മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തോന്നിയതുപോലെ കയറി പോകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസ്ലിം ആണെങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ആ വീട്ടുകാരോട് അനുവാദം ചോദിക്കുകയും വേണം, സലാം പറയുകയും വേണം. എന്നാൽ മുസ്ലിം അല്ലാത്ത വീടാണെങ്കിൽ അവിടെ നിങ്ങൾ ചെന്നിട്ട് അവിടെ അനുവാദം ചോദിച്ചിട്ടേ നിങ്ങൾ കയറാൻ പാടുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇല്ലം തജിദൂ ഫീഹാ അഹദാ, അവിടെ ആരുമില്ലെങ്കിൽ, ആ വീട്ടിൽ ഒരു മനുഷ്യനുമില്ലെങ്കിൽ, ഫലാ തദ്ഖുലൂഹാ, നിങ്ങൾ അവിടെ കയറല്ലേ. അന്യന്റെ വീട്ടിൽ നിങ്ങൾ കയറല്ലേ. നിങ്ങൾ ആ വീട്ടിൽ ഒരിക്കലും കയറാൻ പാടില്ല. ഹത്താ യുദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ. വീട്ടിന്റെ മുമ്പിൽ ചെന്നപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചു പോയ വീട്ടിൽ ആളില്ല, നിങ്ങൾ വീട്ടിലേക്ക് കയറാൻ പാടില്ല. നിങ്ങൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലുണ്ടല്ലോ, ആ സമയത്ത് അവര് പറഞ്ഞു താക്കോല് ഇന്ന സ്ഥലത്തിന്റെ നിങ്ങളെ തുറന്ന് അകത്തിരിക്കുമോ. അങ്ങനെ നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ, അങ്ങനെ അനുവാദം കിട്ടിയാ നിങ്ങൾക്കത് ചെയ്യാ. ഇനി ഖീലലക്കും, ഇനി നിങ്ങളോട് അവര് പറഞ്ഞത് എന്താണ്? ഇർജിഊ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇപ്പോഴൊന്നും വരില്ലെന്ന് പറഞ്ഞാൽ അല്ല പറയുന്നു ഫർജിഊ, നിങ്ങൾ ആ സെക്കൻഡിൽ അവിടെ നിന്നും മടങ്ങിപ്പോണേ. വസ്കാലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും കരണീയമാണത്, നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമാണത്, അനിവാര്യമാണത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ
നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാ. ചിന്തിക്ക് മുസ്ലിമേ, വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ പറ്റി മാത്രം പറഞ്ഞ ഗ്രന്ഥമാണോ? ഇത് ദൈവിക ഗ്രന്ഥമല്ലേ? ഇത് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാന്റെ ഹബീബിന് എത്തിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ സന്ദേശമല്ലേ? ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു മുസ്ലിം പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വേറൊരാളുടെ വീട്ടുമുറ്റത്ത് ചെന്നാൽ അയാൾ ഏതെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് കയറുക. അതല്ല മുസ്ലിമാണെങ്കിൽ അനുവാദത്തോടൊപ്പം നിങ്ങളുടെ സലാം ചൊല്ലിയിട്ട് കയറുക. ഇനി അവിടെ ആരുമില്ലെങ്കിൽ നിങ്ങൾ അവിടെ കയറാൻ പാടില്ല. നിങ്ങൾക്ക് അനുവാദം കിട്ടും. ഈ ഉദനലക്കു നിങ്ങൾക്ക് അവർ അനുവാദം തരുന്നത് വരെ. ഇനി അനുവാദം തന്നില്ല, അവര് പറഞ്ഞു നിങ്ങൾ മടങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞാൽ ആരാ ഇങ്ങനെ പറയാൻ? എന്റെ പ്രിയപ്പെട്ടവനല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ കയറി ഇരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഫർജു, അപ്പൊ തന്നെ നിങ്ങൾ മടങ്ങിക്കൊള്ളണമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. എത്ര വിശാലമായിട്ടാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്. നമ്മൾ പിരിവിന് പോയി, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ കല്യാണം വിളിക്കാൻ പോയി, അങ്ങനെ തന്നെ കൂട്ടിക്കോ. മകളുടെ വിവാഹം പറയാൻ വേണ്ടി പോയി, അങ്ങനെ ഒരു അമുസ്ലിമിന്റെ വീട്ടിലെത്തി. ആ സമയത്ത് നിങ്ങൾ അനുവാദം ചോദിക്കണം. അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കണം. അതിന് പല രീതികളുണ്ട്. ബെല്ലടിക്കാം, അല്ലെങ്കിൽ കതകിന് മുട്ടാം. നിങ്ങൾക്ക് അനുവാദം കിട്ടിയ നിങ്ങൾ കേറ്. ഇനി നിങ്ങൾ ചെന്നപ്പോ അവിടെ ആരുണ്ടായില്ല, എന്നാ നിങ്ങൾ കയറാൻ പാടില്ല. നിങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം കിട്ടി നിങ്ങൾ കയറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറാം. പക്ഷേ നിങ്ങളോട് മടങ്ങിപ്പോകണം. മുസ്ലിമേ, ഇനി മുസ്ലിമിന്റെ വീടാണെങ്കിൽ അനുവാദം ചോദിച്ചാൽ മാത്രം പോരാ, അവിടെ നിങ്ങൾ ഒരു സലാം കൂടി പറയണം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, സലാം പറയാതെ വരുന്നവന് നിങ്ങൾ കയറാൻ അനുവാദം കൊടുക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണെങ്കിൽ എത്ര വീടുകളിൽ നമുക്ക് പ്രവേശന അനുമതി കിട്ടും? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നും ഖബർ മാത്രം കേട്ടാ മതിയോ? എന്നും സിറാത്ത് മാത്രം കേട്ടിയാ മതിയോ? എന്നും സ്വർഗത്തെ പറ്റി മാത്രം പ്രസംഗിച്ചാ മതിയോ? എന്നും നരകത്തിന്റെ ഭീകരതയെ പറ്റി മാത്രം പ്രസംഗിച്ചാ മതിയോ? അത് പോരല്ലോ. ഈ സ്വർഗം നേടണമെങ്കിൽ, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ, ഈ പരിശുദ്ധമായ സിറാത്തിൽ മിന്നൽ വേഗത്തിൽ കടന്നു പോകണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ കടമ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ മറ്റൊരാളെ വീട്ടിൽ ചെല്ലുമ്പോ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട്. നമ്മളിപ്പോ കല്യാണം വിളിക്കാൻ വേണ്ടി പോയി, നേരെ നമ്മൾ എന്ത് വേണം? അനുവാദം ചോദിച്ചു, സലാം പറഞ്ഞു, അനുവാദമൊക്കെ തന്ന് സലാം മടക്കി. എത്ര തവണയാണെന്നറിയോ അനുവാദം ചോദിക്കേണ്ടത്? നമ്മൾ വീട്ടിൽ ചെന്നാൽ എത്ര തവണ ബെല്ലടിക്കണം? എത്ര പേർക്ക് അതറിയാം? ഒന്ന് പറയും. ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു ബെല്ലടിച്ചു, കതക് തുറന്നില്ല, നമ്മൾ പോകണോ അവിടെ നിൽക്കണോ? ഒരു വിശ്വാസിയുടെ ബാധ്യതയാണത്. ഒരു വിശ്വാസിയുടെ ജീവിത രീതിയാണ്. എന്താ വേണ്ടത്? ഒന്നുകൂടി അടിച്ചു, തുറന്നില്ല, ഇനി പോകാമോ? അതെ, ഇനി മൂന്നാമതൊരെണ്ണം കൂടി അടിക്കണോ? എന്താ ഇസ്ലാമിന്റെ നിയമം? എന്താണ്? അനുവാദം 3 പ്രാവശ്യം അനുവാദം തേടണം. അഥവാ 3 പ്രാവശ്യം നിങ്ങൾ ബെല്ലടിച്ചോ, പക്ഷെ നിങ്ങൾക്ക് അനുവാദം കിട്ടിയില്ല, തുറന്നിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ വിളിച്ചാൽ പോലും കയറാൻ പാടില്ല, നിങ്ങൾ അവിടെ നിന്ന് പോകണം. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നൊരു ദിവസം. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അബൂ മൂസ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുമ്പിൽ, ഉമർ തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് അനുവാദം ചോദിച്ചു. ഒരിക്കൽ ചോദിച്ചു, മറുപടിയില്ല. രണ്ടാമത് ചോദിച്ചു, മറുപടിയില്ല. മൂന്നാമത് ചോദിച്ചിട്ട് മറുപടിയില്ല. ഈ 3 പ്രാവശ്യവും മറുപടി കിട്ടാതെ വന്നപ്പോ മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നടന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും.
ഇറങ്ങി നടന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കതക് തുറക്കുമ്പോൾ കാണുന്നത് അബൂ മൂസ റളിയല്ലാഹു തആല നടന്നു പോവുകയാ. ഉമർ തങ്ങളുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദന വന്നു. പടച്ചവനെ, എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ മടങ്ങി പോവുകയോ? ആ സമയത്ത് അബൂ മൂസ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നാലെ ചെന്ന് ഉമർ തങ്ങൾ വിളിച്ചു, ഓ അബൂ മൂസ, വന്നിട്ട് കേറാതെ പോവുകയാണോ? സങ്കടമായല്ലോ, അതുകൊണ്ടൊന്ന് വരണേ, വീട്ടിലൊന്ന് കേറണേ. ആ സമയത്ത് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേറില്ല, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് കേറില്ല. കാരണം എന്താ? എന്റെ റസൂല് പറഞ്ഞു, അനുവാദം ചോദിക്കേണ്ടത് 3 വട്ടമാണ്. ആ 3 വട്ടവും ഞാൻ അനുവാദം ചോദിച്ചു, നിങ്ങളുടെ അനുവാദം കിട്ടിയില്ല, നിങ്ങളുടെ മറുപടി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നതാണ്, ഇനി ഞാൻ അങ്ങോട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലല്ലോ. 3 പ്രാവശ്യം അനുവാദം ചോദിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലല്ലോ. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബ് അത് പറഞ്ഞു, ഞാനത് കേട്ടിട്ടുണ്ട്. അൽ ഇസ്തിഗ്ദാനു സലാസു, 3 വട്ടമാണ് അനുവാദം ചോദിക്കേണ്ടതെന്ന് എന്റെ റസൂല് പഠിപ്പിച്ചത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇല്ല അബൂ സഈദേ, അബൂ മൂസ, അങ്ങനെ ഒരു സംഭവം റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അവസാന പ്രശ്നമായി, വാഗ്വാദമായി, സംവാദമായി. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഹബീബ് 3 വട്ടം അനുവാദം ചോദിക്കാൻ പറഞ്ഞു. ആ 3 വട്ടവും ഞാൻ അനുവാദം ചോദിച്ചു, പക്ഷെ നിങ്ങൾ അനുവാദം തന്നില്ല. ഉമർ തങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അവസാനം ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എന്നാൽ സാക്ഷികൾ വല്ലതുമുണ്ടോ? ഇങ്ങനെ റസൂല് പറഞ്ഞു എന്നതിന് സാക്ഷി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സാക്ഷിയുണ്ട്, വേറെ ആരുമല്ല, മഹാനായ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു സാക്ഷിയുണ്ട്. അങ്ങനെ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു അൻസാരിയ. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ സാന്നിധ്യത്തിൽ ചോദിച്ചു, ഒരാൾ അനുവാദം ചോദിക്കുന്നത് 3 തവണയാണ്, 4ാമത് അനുവാദം ചോദിക്കേണ്ട, അനുവാദം കിട്ടിയില്ലെങ്കിലും മടങ്ങി പോകണമെന്ന് റസൂൽ പറഞ്ഞതിന് നിങ്ങൾ സാക്ഷിയാണോ? ആ സമയത്ത് അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇവിടെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ മതിയല്ലോ അതിന് മറുപടി കൊടുക്കാനെന്നാ. ഇവിടെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ മതിയല്ലോ മറുപടി കൊടുക്കാനെന്നാ. കാരണം എന്തെന്നറിയോ? ഈ ഹദീസ് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയുന്നതാണല്ലോ. ഉമറിന് ഈ സംഭവം അറിഞ്ഞുകൂടുന്നോ? അത്ഭുതമാണ്. ആ സമയത്ത് ഉമർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഈ ഹദീസ് റസൂലുള്ളാഹി പറയുമ്പോ അന്ന് ഞാൻ മാർക്കറ്റിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഞാൻ കേട്ടില്ല. പിന്നീട് വന്നപ്പോൾ ആരിൽ നിന്ന് പറഞ്ഞു കേട്ടതുമില്ല. ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോഴാണ് ആ കാര്യം ഞാൻ പഠിച്ചത്. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു വീട്ടുമുറ്റത്ത് നിന്ന് മടങ്ങിപ്പോയത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടാണ്. 3 വട്ടം അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടാതെ വന്നപ്പോഴാണ് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയത്. 3 പ്രാവശ്യം അനുവാദം ചോദിക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ കടന്നു വന്നിട്ട് 3 വട്ടം അനുവാദം ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മടങ്ങി പോകണം. ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മളിങ്ങനെ ബെല്ലടിച്ച് പിടിച്ചോണ്ടിരിക്കരുത്. ഒരു 3 പ്രാവശ്യം നമ്മൾ വന്നു എന്ന് ഒരു ഹദീസിൽ കാണാം. ഒരു സഹാബി വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് വീട്ടിന്റെ മുമ്പിൽ വന്ന് അന്ന് കോളിംഗ് ബെല്ലില്ലല്ലോ, അതുകൊണ്ട് അവര് വന്നിട്ട് കതകിന് മുട്ടി എന്നാണ് ഹദീസിലുള്ളത്. ഞാൻ വന്നിട്ട് വാതിൽ ഇങ്ങനെ മുട്ടി, അനുവാദം കിട്ടി, അകത്ത് കയറി. 3 പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ 3 വട്ടം സലാം പറയണം. മറുപടി വന്നില്ല എങ്കിൽ ആ സമയത്ത് നാം മടങ്ങി പോകണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇത്ര സുന്ദരമായ ഇസ്ലാമിന്റെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്താണ്? ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുമ്പോ അവൻ ഒരിക്കലും മറ്റൊരാൾക്ക് ഭാരമാകാൻ പാടില്ല. ഇനിയും അള്ളാഹുവിന്റെ റസൂൽ രീതി പറഞ്ഞ എന്താണെന്നറിയോ? നമ്മളെ ബെല്ലടിച്ചു അല്ലെങ്കിൽ അനുവാദം ചോദിച്ചു, കതകിന് മുട്ടി, അകത്താരോ ഉണ്ട് ഉറപ്പായി.
അവര് ഇറങ്ങി വന്ന് കതക് തുറന്നു തരുന്ന സമയമുണ്ടല്ലോ, നമ്മൾ എവിടെ നിൽക്കണം? അതും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ നിൽക്കേണ്ടത്? നേരെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ സർവേക്കല്ല് നിൽക്കുന്നത് പോലെ നിന്നു കൊടുക്കരുത്. കാരണം അകത്ത് എങ്ങനെയാണ് വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. അകത്ത് നിൽക്കുന്ന ആളുകൾ നല്ലതുപോലെ തുണി ഉടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവര് വീട്ടിനകത്താണ്, അവരുടെ ഡ്രസ്സിൽ ഏതെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് നടക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരിക്കലും ആ വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല. കാരണം കതക് തുറക്കുന്നത് സ്ത്രീകളാകാം. ആ സ്ത്രീകൾ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച് ഭർത്താവിന്റെ പ്രിയപ്പെട്ട സഹോദര കൂട്ടുകാര് പോലും വന്നാൽ പുറത്തേക്ക് വരാതെ അകത്ത് നിൽക്കുന്ന ലജ്ജയുള്ള സാലിഹത്തായ പെണ്ണാണെങ്കിൽ ആ പെണ്ണ് നമ്മൾ ചെന്ന് കതകിന് മുട്ടിക്കിട്ട് അവൾ ഇറങ്ങി വരുമ്പോ അവളുടെ ജീവിതത്തിൽ അത് വലിയൊരു പരീക്ഷണമായി അവൾ മനസ്സിലാക്കും. അവൾക്ക് വലിയ നാണമായിരിക്കും. അതുകൊണ്ട് നേരെ മുന്നിൽ നിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മിൻ റുക്നിഹിൽ ഐമൻ ഔ റുക്നിഹിൽ ഐസർ. ഒന്നുകിൽ വലത്തോട്ട് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇടത്തോട്ട് മാറി നിൽക്കണം. എത്ര സുന്ദരമാണ് ഇസ്ലാം! എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ! ഒരിക്കലും ബെല്ലടിച്ചിട്ട് മുന്നിൽ കയറി നിൽക്കാൻ പാടില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം. അവര് കതക് തുറന്നിട്ട് തലയിട്ട് എത്തി നോക്കി ആരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവരുടെ അനുവാദം കിട്ടി കയറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കയറിയിരിക്കാൻ പാടുള്ളൂ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നിസ്കാരത്തിന് കുറവൊന്നുമില്ല, നോമ്പിന് കുറവൊന്നുമില്ല, മറ്റ് ഇബാദത്തുകൾക്ക് ഒരു കുറവുമില്ല. ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ പിന്നെങ്ങനെ മുസ്ലിമാവുക? ഇതൊക്കെ പാലിക്കുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത്. ഇതൊക്കെ പാലിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുവാദം ചോദിച്ച് അനുവാദം കിട്ടാതെ നമ്മൾ ഒരിക്കലും ആ വീട്ടിനകത്തോട്ട് കയറാൻ പാടില്ല. അപ്പൊ പലർക്കും ഒരു സംശയം തോന്നും, എന്താണെന്നറിയോ? സ്വന്തം വീടാണെങ്കിൽ അങ്ങനെ ഉണ്ടോ? സ്വന്തം വീടാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും മടങ്ങി വരുമ്പോ സ്വന്തം വീടാണ്, സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോ ഇങ്ങനെ അനുവാദം ചോദിക്കണോ? നിങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. ഒരിക്കൽ മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു, സമയം ചുരുക്കം, വളരെ ചുരുക്കമാണ് നമ്മുടെ സമയം. അതുകൊണ്ട് ഞാൻ വിശാലമായി ഞാൻ പറയുന്നില്ല. ഈ ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ഒരാൾ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു. സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ സംശയം എന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അത്താ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അസ്തഅദിനു അലാ ഉമ്മീ, എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ? എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ? ആരാണ് വന്ന് ചോദിക്കുന്നത്? സ്വന്തം മകനാ. എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അതെ, അനുവാദം ചോദിക്കണം. നീ അനുവാദം ചോദിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ. ഇയാൾക്ക് ആകെ ആശങ്കയായി, സംശയമായി. അല്ലാഹുവിന്റെ ഹബീബിന് ഞാൻ ചോദിച്ചത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? എന്റെ ഹബീബേ, ഞാൻ ചോദിച്ചത് ഇന്നി മഅഹാ ഫിൽ ബൈത്തി, ഞാൻ ചോദിച്ചത് എന്റെ ഉമ്മ വേറെ വീട്ടിലും ഞാൻ വേറെ വീട്ടിലുമായത് കൊണ്ടല്ല. ഇന്നി മഅഹാ ഫിൽ ബൈത്തി, ഞാനും എന്റെ ഉമ്മയും ഒരു വീട്ടിലാണ്, ഞാൻ ആ വീട്ടിൽ അനുവാദം ചോദിക്കണോ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തദിൻ അലൈഹാ, അനുവാദം ചോദിച്ചിട്ട് വേണം മോനെ അകത്ത് കയറാൻ. അനുവാദം ചോദിച്ചിട്ട് വേണം മോനെ അകത്ത് കയറാൻ. വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിലാശങ്കയായി, അള്ളാന്റെ ഹബീബിന് തിരിയാത്തതിന്റെ പേരിലാണോ ഇത്? ഞാൻ എന്തായി കേൾക്കുന്നത്? സ്വന്തം വീട്ടിൽ കയറുമ്പോ, സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോകുമ്പോ എന്തിനാ ഞാൻ അനുവാദം ചോദിക്കേണ്ടത്? ആ ഉമ്മാന്റെ പൊന്നുമോനല്ലേ, ആ പൊന്മാന്റെ മോനല്ലേ ഞാന്? മാത്രമല്ല എന്റെ ഉമ്മാന്റെ ജോലിക്കാരനല്ലേ ഞാൻ? എന്റെ ഉമ്മായെ കുളിപ്പിക്കുന്ന ഞാനല്ലേ? എന്റെ ഉമ്മാക്ക്
ചൂടുവെള്ളമാക്കി കൊടുക്കുന്ന ഞാനല്ലേ? എന്റെ ഉമ്മാക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ എന്റെ ഉമ്മാക്ക് വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നത് ഞാനല്ലേ? ശരീരത്തിൽ രോഗം വരുമ്പോ ആ ഉമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് ഞാനല്ലേ? ഉമ്മയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മയെ ഞാനുമല്ലേ ഏത് സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഇന്നി ഖാദിമുഹാ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയുടെ ഖാദിമാണ് നബിയേ ഞാൻ. എന്റെ ഉമ്മ കിടപ്പാണ്. എന്റെ ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യുവതിയല്ല നബിയേ. എന്റെ ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരോഗ്യവതിയല്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏത് സമയത്ത് കിടപ്പിലാണ്. ഇന്നീ ഖാദിമുഹാ, എന്റെ ഉമ്മയുടെ സേവകനാണ് ഞാൻ നബിയേ. ഞാനാ ചോദിക്കുന്നത്. ഞാനും എന്റെ ഉമ്മയും ഒരു വീട്ടിലാ. എന്റെ ഉമ്മയുടെ ജോലിക്കാരനാണ് നബിയേ ഞാൻ. ആ ഉമ്മയുടെ വീട്ടിലേക്ക് കയറുമ്പോ ഞാൻ എന്റെ ഉമ്മയുടെ അനുവാദം തേടണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരൊറ്റ മറുപടി മതി. ഒരൊറ്റ മറുപടി മതി ആ സഹാബിക്ക് മനസ്സിലായി. ആ ഒരൊറ്റ മറുപടി മതി എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാൻ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത് എന്തെന്നറിയോ? അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനാ, നിന്റെ ഉമ്മയെ വിവസ്ത്രയായി കാണാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ ഉമ്മയെ വിവസ്ത്രയായി കാണാൻ നിനക്ക് കഴിയുമോ? നിന്റെ ഉമ്മ നഗ്നയായി നിൽക്കുന്നത് കാണാൻ നിനക്ക് പറ്റുമോ മോനെ? ആ മനുഷ്യൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, എനിക്കത് കഴിയില്ല നബിയേ, കഴിയില്ല. എന്നാൽ ഇസ്തഅദിൻഹാ ഇസ്തഅദിൻ അലൈഹാ, അവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്ത് കയറാൻ. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഉമ്മ, എന്റെ ഉമ്മയെ കാണുമ്പോ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോ അനുവാദം തരണോന്ന് ചോദിച്ച ആളാണ്. അദ്ദേഹം ധരിച്ചത് നബിതങ്ങൾ മനസ്സിലാക്കിയത് വേറെ എന്നാണ്. വേറെ വീട്ടിലാണ് ഉമ്മ ഇപ്പൊ താമസിക്കുന്നത്. ഞാനും എന്റെ ഭാര്യയും മക്കളും വേറെ വീട്ടിലാണ്. അപ്പൊ എന്റെ ഉമ്മയെ ഞാൻ കാണാൻ പോയി. അപ്പൊ ഉമ്മയുടെ വീട്ടിൽ കയറാൻ അനുവാദം വേണോ എന്ന് ചോദിച്ചെന്നാണ് എന്ന് നബിതങ്ങൾ ചിന്തിച്ചു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞത്, ഇന്നി മഅഹാ ഫീ ബൈതി, ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ്. അങ്കി ചോദിക്കണോ? അപ്പോ നബിതങ്ങൾ പറഞ്ഞു ചോദിക്കണം. അപ്പൊ നബിതങ്ങൾ വീണ്ടും തെറ്റിദ്ധരിച്ചു എന്ന് ഈ സഹാബിക്ക് തോന്നി. കാരണം എന്താണ്? ഉമ്മ ആരോഗ്യവതിയാണ്. ചിലപ്പോ മുറ്റത്തൊക്കെ വന്ന് ചിലപ്പോ പിന്നെ ഹാളിലൊക്കെ ഉണ്ടാകും, ഇല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ തോന്നിയിട്ടാകണം നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അവൻ പറഞ്ഞു, ഇനി ഖാദിമുഹാ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മക്ക് അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. എന്റെ ഉമ്മക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ എന്റെ ഉമ്മക്ക് പറ്റുള്ളൂ. ഞാൻ എന്റെ ഉമ്മയുടെ സേവകനാണ്. അപ്പൊ ഞാൻ ഉമ്മയുടെ അനുവാദം ചോദിക്കണോ? ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത്, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനാ, നിന്റെ ഉമ്മ വിവസ്ത്രയായി കിടക്കുന്നത് കാണാൻ നിനക്ക് പറ്റുമോ? ഇല്ല. എന്നാ നീ അനുവാദം ചോദിച്ചിട്ട് പോകണം. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് തുണിയെങ്ങാനും മാറിക്കിടക്കുമ്പോഴാണ് നീ കയറി ചെല്ലുന്നതെങ്കിൽ പൊന്നുമോനെ, അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ സങ്കടമാകും. അതുകൊണ്ട് നീ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ചാടി കയറി മോളെ കെട്ടിച്ച വീട്ടിലും കൊണ്ട് പോകരുത്. അല്ലെങ്കിൽ മോനെ കെട്ടിച്ച വീട്ടില് അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടില് ഓടിക്കേറി നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ അനുവാദം ചോദിച്ച് അനുവാദം കിട്ടി, ആ അനുവാദം നമുക്ക് ഉറപ്പായി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. ഇത് വേറൊരു വീട്ടിൽ നിന്ന് അകത്തേക്ക് വരുന്നവന്റെ കഥയാണ് ഈ പറയുന്നത്. നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാര്യമായി പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, വീട്ടിനകത്തുള്ള കാര്യം പറയാം. വീട്ടിനകത്തുള്ള കാര്യം പറയാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 3 സമയങ്ങളുണ്ട്. ആ 3 സമയത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ സ്വകാര്യ റൂമുകളിലേക്ക് കയറാൻ പാടില്ല. ആരും ഒരാളുടെ സ്വകാര്യ മുറിയിലേക്ക് കയറാൻ പാടില്ല. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് മകളാണ്, തൊട്ടിപ്പുറത്തെ മുറിയിൽ ഭാര്യയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും 4ഉം 5ഉം റൂമുള്ള വീട്ടിലാണ് കിടക്കുന്നത്. ഒരു റൂമിനകത്ത് കിടക്കുന്നത് പൊന്നുമോളാ. അതുപോലെ കുഞ്ഞുമക്കളും ഉണ്ടല്ലോ. ഈ മക്കളും അനുവാദം ചോദിക്കണേ നിങ്ങളോട്. എപ്പോഴാണ്? സലാസമറ, 3 പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് വേണം
നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് കയറി വരാ. ഓരോരുത്തർക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് പ്രത്യേകം ബെഡ്റൂമുകൾ ഉണ്ടല്ലോ. അങ്ങനെ ആ ബെഡ്റൂമിലേക്ക് ഒരാളെ കടന്നു വരണമെങ്കിൽ ആരുടെ പേരാ എടുത്ത് അല്ലാഹു പറഞ്ഞത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പേരെടുത്ത് പറഞ്ഞല്ല പറഞ്ഞത്. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമാ, പ്രായപൂർത്തിയെത്താത്ത മക്കളെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു കുഞ്ഞു അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനോട് പോലും അല്ലാഹുവിന് ഈ താക്കീത് കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രായമുള്ള ആളുകളെ പറ്റിയിട്ട് വിവരിക്കണ്ടല്ലോ, പ്രായമുള്ള മനുഷ്യരെ പറ്റിയിട്ട് വേറെ പറയണ്ടല്ലോ. വീട്ടിലെ പ്രായമെത്താത്ത കുഞ്ഞുങ്ങളോട് പോലും ഈ നിയമം അല്ലാഹു പറയുന്നെങ്കിൽ മുതിർന്നവരോട് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. ഒരിക്കലും സ്വകാര്യ റൂമുകളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. എപ്പോഴാണ് മൂന്ന് വട്ടം നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. 3 സമയങ്ങളിൽ നിങ്ങൾ അനുവാദം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല. വീട്ടിനകത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് വീട്ടിന്റെ പുറത്ത് നിന്നകത്തേക്ക് വരുന്ന കഥയാ. ഈ പറയുന്നത് ഖുർആനിന്റെ നിയമം വീട്ടിനകത്ത് താമസിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞ 3 സമയം ഏതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന് മുമ്പാണ് ഒന്ന്. കാരണം അറിയുമല്ലോ, വിശദീകരിക്കാം. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, ഉച്ച സമയത്ത് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്താ. മൂന്നാമത്തേത് വമിൻ ബഅദി സലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. കാരണം എന്താണ്? സലാസു ഔറാത്തിൽ ലക്കു, ഈ 3 സമയവും നിങ്ങളുടെ പ്രത്യേക പ്രൈവസിയുടെ ടൈമാ. ഈ 3 സമയവും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുൻ, ഈ 3 അല്ലാത്ത സമയം നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് പോകാം, അനുവാദം ചോദിക്കണ്ട. തവാഫൂന അലൈക്കും ബഅലുക്കും അലാ ബഅലിൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി കഴിയുന്നവരല്ലേ. ഒരു വീട്ടിലല്ലേ നിങ്ങളുള്ളത്? 4 മതിൽക്കെട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിലല്ലേ, ഒരു മേൽക്കൂരയുടെ താഴെയല്ലേ നിങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 3 സമയമല്ലാത്ത സമയങ്ങളിൽ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആ അല്ലാത്ത സമയങ്ങളിൽ കൂട്ടി മുട്ടി ഉരുമിയല്ലേ നടക്കുന്നത്. മകന്റെ മകളെയും മകളുടെ മകളെയും അതുപോലെ മകന്റെ ഭാര്യയും മകളുടെ കെട്ടിയോര് ആ വീട്ടിൽ പരസ്പരം കൂട്ടി ഉരുമി നടക്കുമ്പോ ഒരിക്കലും നിങ്ങൾക്ക് അനുവാദം വേണ്ട. പക്ഷെ 3 സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്. സ്വകാര്യ നിമിഷങ്ങൾ 3 സമയമാണെന്ന്. സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈവസി നിങ്ങൾക്ക് 3 സമയമാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ ഒന്നാമത്തേത് ഏതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, ഒന്ന് സൂര്യോദയത്തിന് മുമ്പാണ്, അതല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പാണ്. ഒന്നാമത്തെ സമയം സുബ്ഹിക്ക് മുമ്പ്. കാരണം രാത്രി കിടക്കുന്ന ആ സമയം ചിലര് നൈറ്റ് ഡ്രസ് ഇട്ട്, ചിലര് രാത്രി പ്രത്യേകം ഇടാൻ തയ്യാറാക്കിയ വസ്ത്രമിട്ട് അവര് കിടക്കും. ആ സ്വകാര്യ റൂമിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കയറി പോകരുത്. നിങ്ങളൊരു വീട്ടിൽ കിടന്നുറങ്ങിയവരാണ്, പക്ഷേ അത് മറ്റൊരു റൂമാണ്. ആ മുറിയിലേക്ക് കയറി പോകുമ്പോ സുബ്ഹിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ അനുവാദം ചോദിക്കണം. കാരണം എന്താണ്? അവര് കിടക്കുന്നത് ഏത് വസ്ത്രത്തിലാന്ന് പറയാൻ കഴിയില്ല. ഇനി കിടന്നാൽ തന്നെ വസ്ത്രം അവരുടെ ശരീരത്തിലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സുബ്ഹിക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയാൻ രണ്ടാമത് പെടുന്നറിയോ? വഹീന തലഊന തിയാബകും മിനൽ ലഹീറ, ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചൂടായതുകൊണ്ട് നിങ്ങൾ നല്ല ഫാനൊക്കെ ഇട്ട് നിങ്ങളൊരു ചെറിയ മുണ്ടുമുടുത്ത് നിങ്ങൾ വീട്ടിൽ കിടക്കും. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാര്, അതല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ അനുവാദം ചോദിക്കാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി വരാൻ പാടില്ല. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് അല്പം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാം. ഉച്ചഭക്ഷണം കഴിച്ച് നല്ല ക്ഷീണമുണ്ട്, നമ്മളൊന്ന് മയങ്ങി. ആ സമയത്ത് നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്നിട്ടുണ്ടാകാം. ഈ സമയത്ത് നീ അനുവാദം ചോദിക്കാതെ ആ റൂമിലേക്ക് കടന്നു പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്.